മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. 25 പേനകളുടെ വാങ്ങിയ വില 20 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്നാണ് ചോദ്യം. ഇവിടെ 25 പേനകളുടെ വാങ്ങിയ വിലയാണ് 20 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പേനയ്ക്ക് 10 രൂപയായിട്ട് എടുക്കുക. ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ 25 പേനയ്ക്ക് എത്ര രൂപയായിരിക്കും? 250 രൂപയായിരിക്കും. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 20 പേനകളുടെ വിറ്റ വില, അതായത് 20 പേനേൻ്റെ വിറ്റ വില 25 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ്. 25 പേനകളുടെ വാങ്ങിയ വില നമ്മൾ 250 കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? 12.5 രൂപ എന്ന് കിട്ടും. ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ലാഭശതമാനമാണ്. കാരണം 10 രൂപ ഒരു പേനേൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ലാഭശതമാനം കാണുന്നത്, ഒന്നിൻ്റെ വെച്ചിട്ട്. ഒരു പേനയ്ക്ക് 10 രൂപയായാൽ ഒരു പേനയുടെ വിറ്റ വില 12.5 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ 2.5 ശതമാനം 2.5 രൂപയാണ് ലാഭം. അപ്പോൾ അതിൻ്റെ ശതമാനം എന്ന് പറയുന്നത് വിറ്റ വില മൈനസ് വാങ്ങിയ വില ബൈ വാങ്ങിയ വില ഇൻറ്റു 100, 25%. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഒരു വ്യാപാരി 50 പുസ്തകങ്ങൾ വിറ്റപ്പോൾ 10 പുസ്തകങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര? ഇവിടെയും വാങ്ങിയ വിലയാണ് പറഞ്ഞിരിക്കുന്നത്, ബേസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബുക്കിൻ്റെ വാങ്ങിയ വില 100 രൂപ എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ എടുക്കുന്ന വിലയാട്ടോ, 10ഓ 100ഓ എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ആ ഒരു ബുക്കിന് 100 രൂപയാണെങ്കിൽ 10 ബുക്കിന് 1000 രൂപയാണ്. 50 ബുക്കിന് 5000 രൂപയാണ്. കാരണം ഇവിടെ 50 പുസ്തകങ്ങളുടെ വിറ്റ വിലയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50 ബുക്കുകൾ വിറ്റപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 പുസ്തകങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടി. 10 പുസ്തകങ്ങൾ വാങ്ങിയ വില 1000 രൂപ ലാഭമായിട്ട് കിട്ടി. പക്ഷേ അതിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 50 ബുക്ക് വാങ്ങിയ വില 5000 രൂപയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുക. ഇനി നഷ്ടമാണ്, 10 പുസ്തകങ്ങളുടെ വില നഷ്ടമായിരുന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ ഈ 5000 വാങ്ങിയ വിലയിൽ നിന്ന് ഈ 1000 രൂപ കുറയ്ക്കുകയാണ് വേണ്ടേ, നഷ്ടം. ഒന്നുകൂടെ പറയാം, 50 ബുക്ക് വിറ്റപ്പോൾ 10 പുസ്തകങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെന്നാണ് ചോദ്യം. അപ്പോൾ 50 ബുക്ക് വിറ്റപ്പോൾ 50 ബുക്ക് വാങ്ങിയ വില നമ്മൾ ആഡ് ചെയ്തു. കാരണം വാങ്ങിയ വിലയിൽ നിന്നാണല്ലോ ലാഭം കിട്ടുന്നത്. വാങ്ങിയ വിലയും പിന്നെ 10 ബുക്കിൻ്റെ പൈസയാണ് ലാഭമായിട്ട് കിട്ടുന്നത്. വാങ്ങിയ വിലയും കിട്ടി, പിന്നെ 10 ബുക്കിൻ്റെ പൈസ ലാഭമായിട്ടും കിട്ടി. അപ്പോൾ അത് കൂട്ടി, 10 ബുക്കിൻ്റെ പൈസ കൂട്ടി. നഷ്ടമായിരുന്നു എങ്കിൽ ഈ 5000ൽ നിന്ന് 1000 രൂപ കുറച്ചേനെ, 10 ബുക്കിൻ്റെ വില നഷ്ടമായിരുന്നുവെങ്കിൽ. ഇത് 6000 രൂപയാണ് വിറ്റ വില എങ്കിൽ ഒരു ബുക്കിൻ്റെ വില കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 120 കിട്ടി. 120 മൈനസ് 100/100 എന്ന് പറയുന്ന വാങ്ങിയ വില, വിറ്റ വില മൈനസ് വാങ്ങിയ വില ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാഭശതമാനം 20% എന്ന് കിട്ടി. ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.